അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ജയന്റ് ഗോരാമിയുടെ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ ഇത് 1 ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജയന്റ് ഗോരാമിയാണ് നമ്മുടെ കാർ പോർച്ചിലെ ടാങ്കിൽ എടുക്കുന്നതാണ്. ഈ ഒരെണ്ണത്തിന് മാത്രമാണ് നമ്മൾ എപ്പോഴും ക്ലോസപ്പ് ആയിട്ട് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ജയന്റ് ഗോരാമികളും എടുക്കുന്നത് നമ്മുടെ വലിയ സൈസ് ഇട്ടാണ്. വലിയ സൈസുള്ള എല്ലാ ജയന്റ് ഗോരാമികളും എടുക്കുന്നത് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലാണ്. അതിനകത്ത് ആൽഗെ വാട്ടർ ആണ്. എല്ലാത്തിനും ഏകദേശം ഈ ഒരു സൈസ് വരുന്നുണ്ട്. എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണം ഏകദേശം ഈ സൈസ് വരുന്നതാണ്. 2 ബ്ലാക്കും അതുപോലെ 2 ആൽബിനോയും. പിന്നെ ബാക്കി ഏകദേശം ഒരു 4-5 എണ്ണം എടുക്കുന്നത് ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് സൈസൊക്കെ വരുന്നതാണ്. അവരെല്ലാവരും കൂടിയിട്ടാണ് ആ ഒരു മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ എടുക്കുന്നത്. ഫുൾ ആൽഗെ വാട്ടർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ടൊന്നും ഇതുപോലെ കാണിക്കാനായിട്ട് പറ്റില്ല. പിന്നീട് നമ്മൾ അവരെല്ലാവരെയും സെപ്പറേറ്റ് ടാങ്കുകളിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് ആൽബിനോകളെ നമ്മൾ സെപ്പറേറ്റ് ടാങ്കിലേക്ക് അങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ പേഴ്സണലായിട്ട് കാണിക്കാനായിട്ട് പറ്റും. അതായത് ഇൻഡിവിജ്വലായിട്ട് ഇതുപോലെ ഫീഡിങ് വീഡിയോസും വാട്ടർ ചേഞ്ച് വീഡിയോസൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ കയ്യിലൊരു കടി കിട്ടി. ചെറുവിരലുമയാണ് കടി കിട്ടിയത്. കൈ ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യിച്ചതാണ്. വെള്ളത്തിൽ ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ വെള്ളത്തിൽ നിന്ന് ചാടിയാണ് കടിച്ചത്. അപ്പോൾ മുമ്പും ഇതുപോലെ കടിക്കാറുണ്ട്. പക്ഷേ അധികം പെയിനൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം പെയിൻ വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ ഒരു ജയന്റ് ഗോരാമിക്ക്. 1 ഫീറ്റ് സൈസ് വരുന്നുണ്ട്. നല്ല ജിമ്മ് സൈസാണ്. പിന്നെ ഇതൊരു ഫീമെയിൽ ബ്ലാക്ക് ജയന്റ് ഗോരാമിയാണ്. അത്യാവശ്യം നല്ല സൈസ് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെല്ലറ്റ് ഫുഡിനേക്കാളും കൂടുതൽ കൊടുക്കുന്നത് ചെടികളും അതുപോലെ തന്നെ നോൺ വെജുമാണ്. അപ്പോൾ നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. പിന്നെ മറ്റ് മീനുകളുടെ പോലെ അങ്ങനെ വലിയ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒന്നും നമ്മൾ ചിക്കൻ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ 2 തവണ ചിക്കൻ കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ അങ്ങനെ പെല്ലറ്റ് ഫീഡ് ചെയ്യാറില്ല. ബാക്കി ഔട്ട്ഡോർ ടാങ്കിൽ എടുക്കുന്ന എല്ലാ ജയന്റ് ഗോരാമികൾക്കും നമ്മൾ പെല്ലറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർ ചേഞ്ചിൻ്റെ പണി തുടങ്ങാം. ഈ സൈഫണും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്ന് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ചേഞ്ച് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പോകാം. പിന്നെ ഈ ടാങ്കിനകത്ത് ആൽഗെ കാര്യങ്ങളൊന്നും വളരില്ല. അതുകൊണ്ട് ആൽഗെ വാട്ടർ അല്ല, പ്ലെയിൻ വാട്ടർ ആണ്. അപ്പോൾ ആൽഗെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആൽഗെ ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് അങ്ങനെ നാച്ചുറൽ ഫിൽട്രേഷൻ ഒന്നും നടക്കില്ല. പിന്നെ സെപ്പറേറ്റ് ഫിൽട്രേഷൻ ഒന്നും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വാട്ടർ ചേഞ്ച് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ വാട്ടറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെള്ളം ക്ലൗഡി ആയിട്ടുണ്ട്. സൈഡിൽ അടിഭാഗത്തൊക്കെ കണ്ടില്ലേ, അഴുക്ക് ആദ്യം നിൽക്കുന്ന സൈഡിലൊക്കെ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ജയന്റ് ഗോരാമി വലിയ സൈസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളം വറ്റുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വെള്ളം കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ വെള്ളത്തിനകത്തുള്ള ടോക്സിൻസും കോൺസെൻട്രേറ്റഡ് ആവാൻ തുടങ്ങും. അത് മീനുകൾക്ക് ടോക്സിക് ആണ്. അതുപോലെ ടെമ്പറേച്ചർ വല്ലാതെ കൂടുന്നതും മീനുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ വാട്ടർ ചേഞ്ച് കൊടുക്കണം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടുകാലത്ത് വെള്ളത്തിൽ ഓക്സിജൻ റീടെൻഷൻ വളരെ കുറവായിരിക്കും. ഓക്സിജൻ അധിക നേരം വെള്ളത്തിനകത്ത് നിലനിൽക്കില്ല. അതുകൊണ്ട് എയറേഷൻ നല്ല രീതിയിൽ കൊടുക്കണം. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കാറുണ്ട്. ആ സൈഡിൽ നോക്കിയാൽ കാണാം എയറേഷൻ ട്യൂബ് നിങ്ങൾക്ക് കാണാം. ആ ഒരു മാർബിളിൻ്റെ അടിഭാഗത്തായിട്ട് എയറേഷൻ്റെ ട്യൂബ് നിങ്ങൾക്ക് കാണാം. നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൈഫൺ ഉപയോഗിച്ച് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അഴുക്ക് മൊത്തമായിട്ട് പുറത്തേക്ക് വലിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്ത് സർക്കുലേറ്റ് ചെയ്താൽ മതി. വലിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ ഓസാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് അടിക്കുന്നതാണ്. അത്യാവശ്യം ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് മീൻ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന മൊത്തം ഇളകി ഇങ്ങനെ വെള്ളത്തിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സൈഫൺ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അഴുക്കും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോയിക്കോളും. കണ്ടില്ലേ, ഓൾമോസ്റ്റ് കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ട് ബാക്കിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു ടാങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ കളയാറുള്ളത്. ആ മീനിന് നിൽക്കാൻ പാകത്തിന് വെള്ളം വെച്ചിട്ട് ബാക്കി നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് 2 തവണയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് ഇളക്കി കൊടുത്തത്. വെള്ളം 50% എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് വെള്ളം സർക്കുലേറ്റ് ചെയ്യുക. ആ വെള്ളം പോയി വീണ്ടും 50% എത്തുമ്പോൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഇളക്കി കൊടുക്കുക. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ വെള്ളം ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കോളും. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതുപോലെ വലിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലാണ് ഇതുപോലെ നമുക്ക് ഫോഴ്സിലൊക്കെ വെള്ളം അടിക്കാൻ പറ്റുന്നത്. നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് അടിക്കുമ്പോൾ അത്യാവശ്യം ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഡിസ്റ്റൻസ് പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം എന്താ പറയുക ലെങ്ത്തിൽ വലിച്ചിട്ടുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഫോഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം ഫോഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് അടിക്കുമ്പോൾ. അപ്പോൾ വലിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത്തിരി സ്പേസ് ഒക്കെ ഉള്ള ടാങ്കുകളാണെങ്കിൽ കുഴപ്പമില്ല. ചെറിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് സ്യൂട്ടബിൾ അല്ല, മീനുകൾക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അരയിഞ്ചിൻ്റെ ഹോസ് ഉണ്ടല്ലോ, നമ്മൾ ചെടിയൊക്കെ നനയ്ക്കുന്ന ചെറിയ അരയിഞ്ചിൻ്റെ ഹോസ്, അത് ടാപ്പിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അത് ഫുൾ ഫോഴ്സിൽ ഓൺ ചെയ്തിട്ട് ഈ ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് അത്യാവശ്യം ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ സർക്കുലേഷൻ ക്രിയേറ്റ് ആയിക്കോളും. അതോടൊപ്പം തന്നെ അഴുക്ക് കാര്യങ്ങളെല്ലാം ഈ സൈഫൺ വഴി പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ ചെറിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് ഒന്നും കണക്ട് ചെയ്ത് അടിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം.
പിന്നെ വേറൊരു മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി ഇതുപോലുള്ള ടാങ്കുകളിൽ നിങ്ങൾ സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫൗണ്ടനായിട്ട് വെള്ളം ചാടിക്കാനൊക്കെ അല്ലെങ്കിൽ എയറേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് ഈ ഒരു സംഭവം ഈ സൈഫൺ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്മേഴ്സിബിൾ പമ്പിലേക്ക് ചെറിയൊരു പീസ് അറേഞ്ചിൻ്റെ ഹോസ് കണക്ട് ചെയ്തിട്ട് ഈ ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സൈഫണിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് സബ്മേഴ്സിബിൾ പമ്പ് വർക്ക് ചെയ്യിക്കുക. അപ്പോൾ വെള്ളം സർക്കുലേറ്റ് ആയിക്കോളും. ഇപ്പോൾ സബ്മേഴ്സിബിൾ പമ്പിലേക്ക് അറേഞ്ചിൻ്റെ ഹോസ് തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 16 mm വയറിങ്ങിൻ്റെ PVC ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു എൽബോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു പമ്പ് കുറച്ച് നേരത്തേക്ക് ഓൺ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് നമുക്ക് ടാങ്കിനകത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ സൈഫൺ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ടോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് 2 തവണയാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ ക്ലൗഡി ആയിരുന്നു, അടിഭാഗത്ത് അഴുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്ത് 2 തവണ ഇളക്കി കൊടുത്ത് വെള്ളം പുറത്തേക്ക് കളഞ്ഞപ്പോൾ എല്ലാം ക്ലീനായി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പണി തീർത്ത് പോകാൻ പറ്റാറുണ്ട്. മുമ്പ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ സബ്മേഴ്സിബിൾ പമ്പായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷനും സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ നിൽക്കണം. അതൊക്കെ പിന്നെ അത് കഴിയുമ്പോൾ അത് തിരിച്ച് വെക്കാനും അതിൻ്റേതായിട്ട് പിന്നെ സബ്മേഴ്സിബിൾ പമ്പിലേക്കുള്ള ഹോസ് കണക്ട് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് കുറച്ച് ഒരു വർക്കുള്ള പരിപാടിയാണ്. നമ്മൾ എന്താ പറയുക, ഈ ഒരു സംഭവം നല്ലതാണ് എങ്കിലും പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു പണിയാണ്. അതായത് ഇലക്ട്രിസിറ്റി കണക്ഷനോ കാര്യങ്ങളോ പമ്പ് കൊണ്ടുവരാനോ അതിലേക്ക് ഹോസ് കണക്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് സൈഫണിൽ വെള്ളം നിറച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ സബ്മേഴ്സിബിൾ പമ്പ് കൂടാതെ ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹോസ് ഉപയോഗിച്ച് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് സൈഫണായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മാനുവലായിട്ട് നമ്മൾ ഹോസ് പിടിച്ച് അടിയിലത്തെ അഴുക്കും കാര്യങ്ങളെല്ലാം വലിച്ചു കളയാനായിട്ട് നിൽക്കണം. മാത്രമല്ല ഫോഴ്സും കുറവാണ്. കാരണം ഹോസിന് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു PVC സൈഫണിൻ്റെ പരിപാടി വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നി. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടാങ്കിലേക്കും നമ്മൾ ഈ ഒരു സൈഫൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടികളെല്ലാം വളരെ എളുപ്പമാണ്. നമ്മുടെ എല്ലാ ടാങ്കുകളിലും നമ്മൾ റെഗുലറായിട്ട് തന്നെ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിലെ വാട്ടർ ചേഞ്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.